നിക്കാഹ് കഴിഞ്ഞു, പക്ഷേ ശാരീരിക ബന്ധത്തിന് മുൻപ് ത്വലാഖ് ചൊല്ലേണ്ടി വന്നു. എന്നാൽ കൊടുത്ത മഹറിൻ്റെ അവസ്ഥ എന്താണ്? ബന്ധത്തിന് ശേഷമാണെങ്കിൽ മഹറിൻ്റെ അവകാശി ആരാണ്? ഇത് ചോദിച്ചത് സുൽഫത്ത് സ്വലാഹ് തഴവ നിന്നു. വളരെ പ്രധാനപ്പെട്ട പഠനാർഹമായ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ത്വലാഖ് അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ത്വലാഖ് സംഭവിക്കുന്നു, അതികഠിനമായ പ്രശ്നങ്ങളിലും ത്വലാഖ് സംഭവിക്കുന്നു. ആദ്യം പറഞ്ഞതിൽ ത്വലാഖ് സംഭവിക്കാൻ പാടില്ല, രണ്ടാമത് പറഞ്ഞതിൽ ത്വലാഖ് സംഭവിച്ചേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു വിഷയമാക്കേണ്ടത്, ഇന്ന് പല സ്ഥലങ്ങളിലും നിക്കാഹ് നടത്തി വെക്കും. ഒരു എന്താണ് മലബാർ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിക്കാഹ് നടത്തി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കൻ പിന്നീട് ഗൾഫിൽ നിന്ന് വരുന്നു. പിന്നീടാണ് വിവാഹ ആഘോഷമായിട്ട് നടത്തലും വീട് കൂടലും ശാരീരിക ബന്ധമൊക്കെ പിന്നീട്. ചെറുക്കനും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുന്നതും കാണുന്നതും ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ പിന്നെയാണ്. അത് നിക്കാഹ് നടത്തി വെക്കും. അപ്പോൾ നിക്കാഹ് നടത്തിയതിന് ശേഷം പിന്നെ അവർ ഫോണിലൂടെ സംസാരിക്കും. ഫോണിലൂടെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ ആ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു, ഞാൻ ആ മെനിങ്ങാന്ന് ആരെയാണ് നീ വിളിച്ചത്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചത്, അങ്ങനെയൊക്കെ സംസാരിച്ച് പ്രശ്നം ചിലപ്പോൾ വഷളാവുമ്പോൾ അത്ര വിശ്വാസമല്ലേ, പിന്നെ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ സംസാരിച്ച് എന്നാവും പറഞ്ഞ് അതിനെ ത്വലാഖില്ലെന്നു. എത്ര ത്വലാഖ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ത്വലാഖ് സംഭവിക്കുകയാണ്. അപ്പോൾ നിക്കാഹ് നടത്തുമ്പോൾ മഹർ കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, കുടുംബജീവിതം തുടങ്ങിയിട്ടില്ല, വീട് കൂടിയിട്ടില്ല, ഒരുമിച്ച് താമസിച്ചിട്ടില്ല. അപ്പോൾ ഈ മഹർ എന്താണ്? അതിൻ്റെ നേർപകുതി അവൻ അവകാശപ്പെടാമെന്നാണ്. പെണ്ണിന് കൊടുത്ത മഹറിൻ്റെ പകുതി എനിക്ക് വേണമെന്ന് അവകാശപ്പെടാമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് നിക്കാഹ് കഴിഞ്ഞു, വീട് കൂടൽ കഴിഞ്ഞു, ആഘോഷമൊക്കെ കഴിഞ്ഞു, ഇവർ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അത് ഒരു ദിവസമാകാം, ഒരു മണിക്കൂറാകാം, 2 ദിവസമാകാം, എത്രയാകും. ഒരുമിച്ച് ശാരീരികമായ ബന്ധത്തിൽ ഭാര്യ ഭർത്താവ് ഏർപ്പെട്ടതിന് ശേഷമാണ് ത്വലാഖ് സംഭവിച്ചതെങ്കിൽ, ത്വലാഖ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ 10 പവൻ സ്വർണ്ണമാണ് ഇവൾക്ക് മഹർ കൊടുത്തത്, 50 പവൻ സ്വർണ്ണമാണ് മഹറായി കൊടുത്തതെങ്കിലും അതിൽ നിന്ന് ഒരു തരി പോലും ഇവൻ പിന്നീട് ആവശ്യപ്പെടാൻ പാടില്ല. അത് കോടതി നിയമപ്രകാരമാണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള ഒത്തുതീർപ്പാണെങ്കിലും ഇവൻ അതിന് അവകാശമില്ല. കാരണം അത് പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വിലയായിട്ട്, ആ ശരീരത്തെ അവൻ അധീനപ്പെടുത്തി കൊടുത്തതിൻ്റെ വിലയായിട്ട് കൊടുക്കുന്ന തുകയാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് നടത്തിയ പെൺകുട്ടി വിവാഹത്തിൻ്റെ 1ാമത്തെ രാത്രി മണവറയിൽ നിൽക്കുമ്പോൾ, ഭർത്താവ് മണവറയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മഹർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, നിങ്ങൾ നിക്കാഹിൻ്റെ സ്ഥലത്ത് ഇത്ര രൂപ മഹർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, മഹർ എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ആ മഹർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ എൻ്റെ ശരീരത്ത് തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഒരു പെണ്ണിന് ഭർത്താവിനോട് പറയാനും ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അപ്പം മഹർ പെണ്ണിൻ്റെ അവകാശമാണ്. ശാരീരികമായ ബന്ധത്തിന് ശേഷം പിന്നെ ഭർത്താവ് എനിക്ക് ആ മഹർ വേണം എന്ന് പെണ്ണിനോട് അവകാശവാദം പറഞ്ഞ് ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഏത് രീതിയിലുള്ള ഒത്തുതീർപ്പിനാണെങ്കിലും, ത്വലാഖിലൂടെ നമ്മളിപ്പോൾ ഒത്തുതീർക്കുമല്ലോ, ചിലപ്പോൾ കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ ചർച്ച ചെയ്ത് കൊടുക്കൽ വാങ്ങലൊക്കെ സംസാരിച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുത്ത്, ഇങ്ങോട്ട് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് കൊടുത്ത് ചിലപ്പോൾ തീർക്കും, ചിലപ്പോൾ കോടതിക്ക് അകത്ത് വെച്ചായിരിക്കും. എന്നാലും ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ബന്ധത്തിന് ശേഷമാണെങ്കിൽ മഹർ ഭർത്താവ് ആവശ്യപ്പെടാൻ പാടില്ല.